കണി കാണും നേരം കമല നേത്രന്റെ നിറമേഴും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേഴും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. ചേട്ടാ കണ്ണൻ ഇവിടെ നിന്ന് കേൾക്കുന്ന മാതിരി ശരിക്കും മധുചേട്ടൻ എപ്പോഴും പാടുമ്പോഴല്ല എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന ആ ഒരു പാട്ടിന് നമ്മൾ ചുമ്മാ പാടല്ലാതെ അതിനൊരു ലൈവ് വരില്ലേ, അതിന് ആ സോളിനൊരു ജീവൻ കിട്ടില്ലേ ആ പാട്ടിന്, ആ ഫീലിംഗ് എപ്പോഴും വരാറുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ തമ്പുരാനെ, കൃഷ്ണൻ ഒരുപാട് അനുഗ്രഹങ്ങൾ തരട്ടെ. ചേച്ചി പാടൂലേ? ഞാന് അല്ല ചേച്ചി ഇഷ്ടമാണല്ലോ പാട്ട് പാടും വീട്ടിലൊക്കെ. വഴക്കറിയോ? ഞാൻ പാടാനാ പറയാറുള്ളൂ. നല്ലതായിട്ട് പാടില്ലേ ചേച്ചി? ഞാനിപ്പോ പറയില്ല ചേച്ചി, പേടിക്കണ്ട. അല്ല, ഒരു ലൈൻ ഒരു തിരുവാറന്മുള കൃഷ്ണ എന്നുള്ള പാട്ട് ഒരു ലൈൻ പാടുമ്പോ അത് കറക്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കും പാടേണ്ടി ഒരു ദിവസം തീർന്നിട്ടുമല്ലേ. അല്ല ചേച്ചിക്ക് ഇഷ്ടമാണ് പാടാൻ? ചേച്ചി പാടുമ്പോ റിലാക്സേഷൻ അങ്ങനെ ഒറ്റയ്ക്ക് ഇപ്പൊ തന്നെ ഡ്രൈവ് ചെയ്ത് പോവാണെങ്കിൽ ഞാൻ വോളിയത്തില് ആണല്ലേ, ഭയങ്കര റിലാക്സേഷൻ അല്ലേ. ശരിക്കും മ്യൂസിക് ഇസ് എ മാജിക് അല്ലേ, ശരിക്കും ഒരു മിറക്കിളാണ്. അതാ മധുചേട്ടാ, വിഷു ഓണം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ഫെസ്റ്റിവൽസ് ആഘോഷങ്ങളാണ്. വിഷുവിന്റെ ഒരു കുഞ്ഞുനാൾ ഓർമ്മകളൊക്കെ എന്താണ്? വിഷുവിന്റെ കുഞ്ഞുനാൾ ഓർമ്മ എന്നുള്ള നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം തന്നെ പടക്കായിരുന്നു. ഞങ്ങള് പ്രത്യേകിച്ച് തറവാട്ടിൽ ആഘോഷിച്ചിരുന്ന വിഷു പണ്ട് എല്ലാവരും കൂടി ഒത്തുകൂടിയിരുന്ന ഒരു സമയമുണ്ടല്ലോ. കസിൻസ് മാത്രമല്ല, എല്ലാ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും. ഇപ്പൊ എൻ്റെ അമ്മയ്ക്ക് 6 ആങ്ങളമാരും ഒരു സിസ്റ്ററുണ്ട്. അപ്പൊ അവരൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് വരും, അവരുടെ മക്കൾ വരും, എല്ലാവരും വരും. അമ്മയുടെ വീട്ടിലാണെങ്കിൽ അച്ഛൻ്റെ വീട് ഒറ്റപ്പാലത്താണ്, അവിടെയും ഇതുപോലെ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ മക്കള്, അച്ഛൻ്റെ ബ്രദറിൻ്റെ മക്കൾ എല്ലാവരും കൂടി ഒരുമിച്ചുണ്ടാവും. അതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നിയ സംഭവം തന്നെ പടക്കമാണ്. അത് ഇന്നും മാറിയിട്ടില്ല, ഇപ്പോഴും അതിന്റെ ഒരു ക്രൈസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തത് വിഷുക്കൈ നീട്ടം. അത് ഞങ്ങൾക്ക് മെയിൻ. അത് എവിടെ ചെന്നാലും വിഷു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്നത് കൈനീട്ടം. പണ്ട് നല്ല രസമായിരുന്നു, ഇപ്പൊ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. മൂത്തതായാലും പ്രശ്നമാണ്. ജോലി കിട്ടിയാലും, ജോലി ഉണ്ടെങ്കിൽ നമ്മള് സമ്പാദിക്കാൻ തുടങ്ങിയാലും, പക്ഷെ ഒരു സന്തോഷമാട്ടെ. ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞതാ, നമുക്ക് സന്തോഷമാണ് കൊടുക്കാൻ. ഏറ്റവും വീട്ടിലെ ഏറ്റവും ഇളയതാണ് അന്നത്തെ ദിവസം ഏറ്റവും വലിയ കാശുകാരൻ. അതെ, ഏറ്റവും ഇളയത് എല്ലാം ആളതായിരിക്കും. 1 രൂപയെങ്കിലും കൂടുതൽ ശരിക്കും ഹാപ്പി വിഷു അദ്ദേഹത്തിനാണ്. അതിന്റെ വീട്ടിലെ ഇളയത് ഞാനായിരുന്നു. ഞാൻ കുറെ സന്തോഷിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയില്ല. ചേച്ചിക്ക് എങ്ങനെയായിരുന്നു മധുചേട്ടനോടുള്ള ഫസ്റ്റ് വിഷു? വിഷു എനിക്ക് വിഷു എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷം വിഷുക്കണി ഒരുക്കുന്നതാണ്. ചേച്ചിയുടെ അവിടെ ഇല്ലേ? ഉണ്ട്. ഫസ്റ്റ് വിഷു മധുചേട്ടൻ എങ്ങനെയായിരുന്നു? ഞങ്ങള് ഇവിടെ വീട്ടില് ഞാൻ തന്നെ വിഷുക്കണി ഒരുക്കി. അത് എപ്പോഴും ദിവ്യ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഒരുക്കി. അപ്പൊ ഞങ്ങൾ എങ്ങനെ അത് കൂടെ പാസ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് നോക്കല്ലേ, ഇങ്ങോട്ട് നോക്കല്ലേ എന്നൊക്കെ പറയും. അത് വിഷു ആയാലും ശരി, ഓണം ആയാലും ശരി, ക്രിസ്മസ് ആയാലും ശരി, എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നത് ദിവ്യാണ്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു ചേച്ചി, എന്നാ ചെയ്യാ? ഇതേപോലെയാണോ ഞങ്ങൾ ഒരുക്കുന്ന പോലാണോ? പിന്നെ എനിക്ക് കുറച്ച് എന്തെങ്കിലും ഈ നവധാന്യങ്ങള്, പിന്നെ ഈ ഇതൊക്കെ വെക്കും, എല്ലാ കുങ്കുമം, എല്ലാം ഐശ്വര്യം തരുന്ന എല്ലാ സംഭവങ്ങളും, അഷ്ടമംഗല്യ തട്ട്, ഇതെല്ലാം ഉണ്ടാവും. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഉണ്ടാവും. പിന്നെ അങ്ങനെ പിന്നെ പാട്ടിനോട് സംഗീതത്തിനും വേണ്ടിയിട്ടും പിന്നെ ഒരു ക്രിക്കറ്റ് ബോളും ഒക്കെ വെക്കും. അത് കളിപ്പാട്ടങ്ങൾ വെക്കാറുണ്ട്. പിന്നെ സമയത്തിന്റെ ഇത് ഉണ്ണിക്കണ്ണനാണല്ലോ വെക്കാറ്. അപ്പോ കളിപ്പാട്ടങ്ങള്, ബോള്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കും. ശരി, പക്ഷെ അതിപ്പോ ചേച്ചി ആദ്യത്തെ അറിവ് കേട്ടോ. ഇനിയിപ്പോ ഞങ്ങളും അങ്ങനെ ഒരുക്കാം. എന്നാന്ന് വെച്ചാൽ ഈ ബോള് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സാധാരണ എന്താ പറയാ, മ്യൂസിക്കിന്റെ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മള് ശരിക്കും നവരാത്രി അതിലേ വെക്കുക. അപ്പൊ ഇത് പക്ഷെ ആദ്യമായിട്ടാ ഞാൻ കേൾക്കുന്നത്. കൃഷ്ണൻ ഇത് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മളിതെല്ലാം സ്കൂൾ ഗ്രൂപ്പിലുള്ള ചില ആളുകള് എന്റെ കണി എത്താൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാറുണ്ട്. ഞാൻ എന്റെ നമ്പർ തരാം, ഇപ്പൊ പറഞ്ഞു തന്നാലും. വിഷുവിന്റെ ദിവ്യ ഒരുക്കിയ വിഷുവിന്റെ കണിയായിരുന്നു കുറെ സർക്കുലേറ്റ് ചെയ്തത്.
വേണം. അതെ അതെ. ഇനി അടുത്ത പ്രാവശ്യത്തെ വിഷു ചേച്ചി പറയുന്ന പോലെ ഞാൻ ചേട്ടന് കൈനീട്ടം തന്നോ അതോ പടക്കം പൊട്ടിച്ച് കാണിക്കാനോ? ആദ്യം പടക്കം പൊട്ടിക്കാന്ന് പറഞ്ഞു. കൈനീട്ടം എല്ലാ തവണയുണ്ട്. അത് ഞാൻ അങ്ങോട്ട് കൊടുക്കുമ്പോ ഒരു കൈനീട്ടം എനിക്കും കിട്ടും. അങ്ങനെ ഒരു ഇതുണ്ട്. ദിവ്യക്ക് അങ്ങനെ, ദിവ്യക്ക് അങ്ങനെയുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് കൂടി ടൈ ആയി പോകും. അത് വേണ്ട, ആ ദിവസം നമുക്കുള്ളതാ, തന്നോളൂ തന്നോളൂ എന്നുള്ളത് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ എനിക്കുള്ള വിഷു കൈനീട്ടം എനിക്ക് ദിവ്യക്ക് ഓൾറെഡി കൊടുത്തതാ. അപ്പൊ എനിക്ക് തരും, അത് ചോദിക്കണമല്ലോ. കാശിട്ട് ഏർപ്പാടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കൈ നിറയെ കൈനീട്ടം. ഈ സത്യം പറഞ്ഞുണ്ടല്ലോ, ഇനി ഒരു കുറുമ്പ് പറയട്ടെ. ചേട്ടന്മാരൊക്കെ കൈനീട്ടം തരുമ്പം ഞങ്ങൾ ഇങ്ങനെ നോക്കും, ഏത് ഇങ്ങനെയാണോ വരുന്നത്, നോട്ടുകളാണോ വരുന്നത് എന്നുള്ളതില്ലേ. ഒരിക്കൽ സുരേഷ് ചേട്ടൻ പറയും, ഞാൻ സുരേഷ് ചേട്ടൻ എനിക്ക് ഇങ്ങനെ കൈനീട്ടം തന്നപ്പോ ഞാൻ സുരേഷ് ചേട്ടാ 1 രൂപയാ. എടി ഇതിന് വാല്യൂ ഉണ്ടെടി. അതിന് ഞാൻ സുരേഷ് ചേട്ടന്റെ പോക്കറ്റിലാ നോക്കിയത്, എനിക്ക് അതിൽ നിന്ന് വല്ലതാ ചോദിക്കാലോ അല്ലേ.